Hi, welcome to Lash Class. BE English third semester ഡ്രാമയിലെ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ, പെർഫോമൻസ് ആർട്ട്, ഇൻസ്റ്റലേഷൻ തിയേറ്റർ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിലെ സമ്മറി നോക്കാം. The term post-dramatic theatre was coined by Hans Thies Lehmann in his 1999 book Post-Dramatic Theatre. അപ്പോൾ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജർമ്മൻ ക്രിട്ടിക്ക് ലെയ്മൻ ആണ്. ഈ ഒരു ടേമിൻ്റെ മീനിങ് വരുന്നത് നാടകാനന്തര തിയേറ്റർ അല്ലെങ്കിൽ നാടകത്തിന് അപ്പുറത്തുള്ള തിയേറ്റർ എന്ന രീതിയിലാണ്. ഇറ്റ് ഡിപ്പാർട്സ് ഫ്രം ട്രഡീഷണൽ പ്ലോട്ട് ഡ്രിവൺ ആൻഡ് ക്യാരക്ടർ ബേസ്ഡ് ഡ്രാമ. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ നാടകങ്ങളിൽ കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ കഥയ്ക്കോ അല്ല വലിയ പ്രാധാന്യം വരുന്നത് എന്നാണ്. പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ ഫോക്കസസ് ഓൺ എസ്തെറ്റിക്സ്, വിഷ്വൽ എലിമെൻറ്റ്സ് ആൻഡ് ദി ഓഡിയൻസ് സെൻസറി എക്സ്പീരിയൻസ് റദർ ദാൻ ഓൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം എസ്തെറ്റിക്സിനും വിഷ്വൽ എലിമെൻസിനും ഒക്കെയാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. പലപ്പോഴും സിംബോളിക് ആയിട്ടുള്ള രീതിയിലുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുക എന്ന രീതിയിൽ ആ ഒരു വിഷ്വൽ എഫക്റ്റിന് സ്റ്റോറിയേക്കാളും ക്യാരക്ടേഴ്സിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള നാടകങ്ങളെയാണ് നമ്മൾ പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Performances often employ non-linear fragmented narratives that prioritize ideas, images and sensations over plot. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റഡ് നെറേറ്റീവ്സ് ഒക്കെയാണ് ഉണ്ടായിരിക്കും. ഒരു ഓർഡറിൽ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു പോവുക എന്നുള്ള രീതിയിലൊന്നല്ല ഉണ്ടാവുക. പലപ്പോഴും ഫ്ലാഷ് ബാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നതായിരിക്കാം. പ്രധാനമായിട്ടും ഒരു ആശയങ്ങൾ ഇങ്ങനെ സിംബോളിക് ആയിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് കാണുന്നത്. ഫിസിക്കൽ തിയേറ്റർ, ബോഡി മൂവ്മെൻറ്റ്, ഡാൻസ്, മാർഷ്യൽ ആർട്സ് ആൻഡ് വിഷ്വൽ എസ്തെറ്റിക്സ് പ്ലേ സെൻട്രൽ റോൾ ഇൻ ദിസ് ഫോം. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്കും ക്യാരക്ടേഴ്സിനും വല്ല പ്രാധാന്യം എന്നുള്ള രീതിയിൽ ഡയലോഗിനും ആ ഒരു പ്രാധാന്യം വരുന്നത് നമ്മൾ കാണുന്നില്ല. മറിച്ച് പെർഫോമൻസിനാണ് പ്രാധാന്യം വരുന്നത്. അത് മ്യൂസിക് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് ആയിരിക്കാം. അത്തരത്തിലുള്ള രീതിയിലാണ് ഈ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് പെർഫോമൻസ് നമ്മൾ കാണുന്നത്. മൾട്ടിമീഡിയ, ടെക്നോളജി, സൗണ്ട്സ്കേപ്സ്, പ്രൊജക്ഷൻസ് ആൻഡ് സൈറ്റ് സ്പെസിഫിക് പെർഫോമൻസസ് ആർ ഫ്രീക്വൻ്റ്ലി ഇൻകോർപ്പറേറ്റഡ്. ഇതുകൂടാതെ തന്നെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ സാധ്യതകളും ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രൊജക്ഷൻസ്, അതല്ലെങ്കിൽ ഈ സൗണ്ടിൽ, ലൈറ്റിൽ ഒക്കെയുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഹോം എന്ന് പറയുന്ന ആ ഒരു പ്ലേയിലും, അതുപോലെ തന്നെ 30 Days in September എന്ന് പറയുന്ന പ്ലേയിലും നമ്മൾ കാണുന്നുണ്ട് ഈ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കുന്നതും, അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡറിലെ വോയിസ് ഉപയോഗിക്കുന്നതും അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ സാധ്യതകൾ കൂടി ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. Audiences are encouraged to participate actively, making the experience immersive rather than passive. ഇതുകൂടാതെ തന്നെ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോം എന്ന് പറയുന്ന പ്ലേക്കകത്ത് ഒരുപാട് അസൈഡുകൾ വരുന്നുണ്ട്, ക്യാരക്ടേഴ്സ് ഡയറക്റ്റായിട്ട് ഓഡിയൻസിനോട് സംസാരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഇൻസ്റ്റലേഷൻ തിയേറ്ററിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പറയും, പലപ്പോഴും ഓഡിയൻസിന് സ്റ്റേജിനകത്ത് കയറി വരാനൊക്കെ ഉള്ള രീതിയിലുള്ള സാധ്യതകളൊക്കെ ഉള്ള രീതിയിലും ഈ പ്ലേസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മേജറായിട്ട് നമ്മൾ പറയുന്നത് ഈ ഓഡിയൻസിനെ പാസീവായിട്ട് നിർത്താതെ അവരോട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിൽ പലപ്പോഴും നമ്മൾ കാണുന്നത്. Artists from multiple disciplines such as dance, music, visual arts and video often collaborate to create performances. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് മ്യൂസിക്, ഡാൻസ് തുടങ്ങിയിട്ടുള്ള പല എലമെൻസും കടന്നു വരുന്നത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒക്കെ തയ്യാറാക്കുന്നത് നമ്മൾ കാണാറുള്ളത്. പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ കൺസിസ്റ്റൻ്റ്ലി എൻഗേജസ് വിത്ത് കണ്ടംപററി സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഇഷ്യൂസ്. ഇനി സാധാരണഗതിക്ക് ഈ പ്ലേസിലൊക്കെ വരുന്ന തീമുകൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടംപററി ഇഷ്യൂസ് തന്നെയാണ്. അതായത് ആനുകാലികമായിട്ടുള്ള സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് തീമുകളായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത്.
അടുത്ത കൺസെപ്റ്റ് നമുക്ക് വരുന്നത് സ്റ്റേജ് പേജ് ഡിവൈഡ് ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ നാടകമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും സ്ക്രിപ്റ്റിൽ അതുപോലെ തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഡയറക്ടർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഈ സ്റ്റേജ് പേജ് ഡിവൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The stage page divide refers to the tension between the written script and the live performance. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യവും പെർഫോമൻസും തമ്മിലുണ്ടാവുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നതിലൊരു പ്രയാസം, അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് പേജ് ഡിവൈഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. Well, the script provides a foundation through dialogue, stage directions and cues. The performance adds emotions, immediacy and visual experience. അപ്പോൾ ഈ ഒരു ഡ്രാമയുടെ ബേസിക് ആയിട്ട് നിൽക്കുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം അതിനകത്താണ് ഡയലോഗുകളും അതുപോലെ തന്നെ ഈ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു നമ്മുടെ എക്സ്പീരിയൻസ്, ഈ ഒരു ഡ്രാമയുടെ അല്ലെങ്കിൽ പ്ലേയുടെ എക്സ്പീരിയൻസ് അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റിനേക്കാളും കൂടുതലായിട്ട് എന്ന രീതിയിൽ നമ്മൾ കാണുന്നു. Directors, actors and designers collaborate to shape the interpretation of the script. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ആക്ടേഴ്സും മറ്റാളുകളൊക്കെ ഇത് റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിനകത്ത് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് അവരത് അവതരിപ്പിക്കുന്നത്. The performance text is dynamic and is influenced by the interaction between actors and the audience. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് അത് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ഉള്ള മാറ്റങ്ങളൊക്കെ അതിനകത്ത് വരുത്തുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് പേജ് ഡിവൈഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് പലപ്പോഴും നമുക്ക് അതുപോലെ തന്നെ എടുത്ത് പ്ലേ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അത് ഈ ഒരു ഓഡിയൻസിനും അതുപോലെ തന്നെ ആക്ടേഴ്സിനും ഒക്കെ അനുസൃതമായിട്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഡയറക്ടേഴ്സും ആക്ടേഴ്സൊക്കെ കൂടി ചേർന്ന് അവതരിപ്പിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഈ സ്റ്റേജ് പേജ് ഡിവൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വരുന്നത് പെർഫോമൻസ് ആർട്ടാണ്. Performance art has roots in ancient rituals but emerged as a modern genre in the early 20th century. പെർഫോമൻസ് ആർട്ട് എന്ന് പറയുന്നത് വളരെ പണ്ട് മുതൽ തന്നെയുള്ളൊരു കാര്യമാണ്. അതായത് ഈ ട്രൈബൽ ആയിട്ടുള്ള ആളുകളുടെ റിച്വൽസ് അല്ലെങ്കിൽ നമ്മുടെ പണ്ട് കാലത്തുള്ള ഈ ഡാൻസ് ഫോംസ്, ഈ കഥകളിയോ അല്ലെങ്കിൽ ഭരതനാട്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പെർഫോമൻസ് ആർട്ട് എന്നുള്ള രീതിയിൽ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഒരു മോഡേൺ ആർട്ട് എന്നുള്ള രീതിയിൽ 20th സെഞ്ച്വറിയോട് കൂടിയിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ആർട്ട് ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. It was strongly influenced by avant-garde movements of the 1960s, particularly through artists such as Marina Abramovic, Yoko Ono and Joseph Pius. ഇനി അവാൻഗാർഡെ മൂവ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതായത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ നാടകങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവാൻഗാർഡെ മൂവ്മെൻറ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പെർഫോമൻസ്, ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ടുള്ള അഭിനയത്തിൻ്റെ അപ്പുറത്തേക്ക് പെർഫോമൻസ് കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പെർഫോമൻസ് ആർട്ടൊക്കെ കടന്നു വരുന്നത് നമ്മൾ കാണുന്നത്. The human body functions as a primary medium, allowing artists to explore identity, sexuality and physicality. ഇനി ഈ പെർഫോമൻസ് ആർട്ടിൽ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡയലോഗ് അല്ല, മറിച്ച് ഹ്യൂമൻ ബോഡിയാണ്. അതായത് ആംഗ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഡാൻസ് മൂവ്മെൻറ്റ്സിലൂടെയോ ഒക്കെ ഈ തീമുകൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് പെർഫോമൻസ് ആർട്ട് നമ്മൾ കാണുന്നത്. അതിനൊരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു തീം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, ഡയലോഗ് ഒന്നും വരുന്നില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വൺ സൈഡ് ലവ് എന്നുള്ളൊരു തീമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡാൻസ് പോലെ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സിലൂടെയൊക്കെ ഒരു തീം അവതരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളൊരു പെർഫോമൻസ് ആർട്ട് കാണുന്നത്. The form is interdisciplinary, merging theatre, dance, music and visual arts into new modes of expression. ഇത് ഇൻ്റർഡിസിപ്ലിനറി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിനകത്ത് മ്യൂസിക്, ഡാൻസ് അതുപോലെ തന്നെ മറ്റ് ആർട്ട് ഫോമുകളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ പെർഫോമൻസ് അവതരിപ്പിക്കുന്നത്. Many performance artists use their work as a form of activism, addressing political, environmental and social issues. ഇനി സാധാരണഗതിക്ക് ഈ പെർഫോമൻസ് ആർട്ടിൻ്റെ അകത്ത് വരുന്ന തീമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്ററിൽ പറഞ്ഞതുപോലെ കണ്ടംപററി ഇഷ്യൂസൊക്കെ തന്നെയാണ്. ഒരു ആക്ടിവിസം എന്ന രീതിയിൽ പൊളിറ്റിക്കൽ, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ഇഷ്യൂസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് പലപ്പോഴും ഇതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. Contemporary performance art increasingly incorporates technology, virtual reality, social media and live streaming
സ്ട്രീമിംഗ്. നേരത്തെ നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് തിയേറ്ററിൽ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ സാധ്യതകളൊക്കെ തന്നെയും പെർഫോമൻസ് ആർട്ടിനകത്തും ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇറ്റ് സെർവ്സ് എസ് എ പ്ലാറ്റ്ഫോം ഫോർ മാർജിനലൈസ്ഡ് വോയിസസ് ആൻഡ് കണ്ടംപററി ഡിബേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ തീമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു മാർജിനലൈസ്ഡ് വോയിസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സിംബോളിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിനൊക്കെ വേണ്ടിയിട്ട് ഈ പെർഫോമൻസ് ആർട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അടുത്ത കൺസെപ്റ്റ് നമുക്ക് വരുന്നത് ഇൻസ്റ്റാളേഷൻ തിയേറ്റർ ആണ്. ഇൻസ്റ്റാളേഷൻ തിയേറ്റർ കമ്പൈൻസ് വിഷ്വൽ ആർട്സ്, തിയേറ്റർ, ഡാൻസ്, മ്യൂസിക് ആൻഡ് ടെക്നോളജി ഇൻടു എൻ ഇമ്മേഴ്സീവ് പെർഫോമൻസ് ഫോം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ആർട്ടിലും പോസ്റ്റ് ട്രോമാറ്റിക് തിയേറ്ററിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ മ്യൂസിക്, ഡാൻസ്, മറ്റ് ആർട്ട് ഫോംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇൻസ്റ്റാളേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ദ പെർഫോമൻസ് സ്പേസ് ഈ സെൻട്രൽ ആൻഡ് റിഫ്ലെക്സ് പെർഫോമൻസ് തീംസ്. അതായത് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വീട് ആണ് നമുക്ക് ഈ സ്റ്റേജിൻ്റെ സെറ്റിങ്സ് ആയിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്നതിന് പകരം ഒരു വീട് തന്നെ സെറ്റിട്ട് വയ്ക്കുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഇത് കാണുന്ന ആളുകൾ ആ വീടിനകത്തേക്ക് കയറിക്കൊണ്ട് അതിലത്തെ ഓരോ മുറികളിലൂടെയും കടന്നു പോകുന്നു. അപ്പോൾ അവിടെ ഈ ഒരു വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ ക്യാരക്ടേഴ്സ് പല മുറികളിലും മറ്റുമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ട് കാണുന്ന രീതിയിൽ, അതായത് ഒരു സ്റ്റേജിനകത്ത് ഇങ്ങനെ ഒരു വീടിൻ്റെ സെറ്റിംഗ് ഇടുന്നതിന് പകരം ഒരു വീട് തന്നെ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ തീമിനനുസരിച്ച് കൊണ്ട് അവിടെ വേറെ എന്താണോ സെറ്റിംഗ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ ഈ ഓഡിയൻസിന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റാളേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ട് ഉള്ളൊരു കൺസെപ്റ്റായിട്ട് നമ്മൾ കാണുന്നത്. The audience becomes an active participant rather than a passive observer, exploring and engaging with the space. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സ്പേസുമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ്. ഇങ്ങനെ ഓഡിയൻസ് ഇങ്ങനെ ഇരുന്നു കൊണ്ട് സ്റ്റേജിലേക്ക് നോക്കി കാണുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു സെറ്റിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ട് അത് കാണുക എന്നുള്ള രീതിയിലാണ് ഇൻസ്റ്റാളേഷൻ തിയേറ്ററിൽ വരുന്നത്. Digital projections, sound and virtual reality are used to transform spaces into complex narrative landscapes. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പോലെ തന്നെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ സാധ്യതകൾ ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ഇനി ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റ് കൺസെപ്റ്റ് ഡ്രാമറ്റൈസേഷൻ ഓഫ് നോൺ ഡ്രാമറ്റിക് ഫോംസ് ആണ്. ഇത് നമുക്ക് അറിയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പലപ്പോഴും പല സ്റ്റോറീസിൽ നിന്നും പോയംസിൽ നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇൻസ്പയർ ചെയ്യപ്പെട്ടുകൊണ്ട് നാടകങ്ങൾ ഉണ്ടാക്കും. അത്തരമൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ദ ഡ്രാമറ്റൈസേഷൻ ഓഫ് നോൺ ഡ്രാമറ്റിക് ഫോംസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോമിംഗ് വർക്ക്സ് ദാറ്റ് ആർ നോട്ട് ഇൻഹെറൻറ്റ്ലി ഡ്രാമറ്റിക് ഇൻ ടു പെർഫോമൻസ്. അതായത് നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് അല്ലാത്ത മറ്റ് ആർട്ട് വർക്കുകളോ മറ്റ് കാര്യങ്ങളെയോ ഒരു നാടകത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോസിബിൾ സോഴ്സസ് ഫോർ സച്ച് അഡാപ്റ്റേഷൻസ് ഇൻക്ലൂഡ് നോവൽസ്, പോയട്രി, ഷോർട്ട് സ്റ്റോറീസ്, ഫിലിംസ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ആർട്ടിക്കിൾസ്. അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. സാധാരണഗതിക്ക് നമുക്കറിയാം ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു നോവലൊക്കെയാണ് ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് സിനിമയിൽ അറിയുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും സ്റ്റോറി അല്ലെങ്കിൽ നോവലൊക്കെ സിനിമയായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോറി, നോവൽ അല്ലെങ്കിൽ പെയിൻറ്റിങ്, പോയട്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് നാടകം ഉണ്ടാക്കുന്ന സംവിധാനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. The process requires identifying a dramatic narrative, setting, dialogue and other performative elements within the chosen source material. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു വർക്കിനകത്തുനിന്ന് നമുക്ക് ഒരു ഡ്രാമയ്ക്ക് ആവശ്യമായിട്ടുള്ള എലിമെൻറ്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിനനുസരിച്ചുള്ള ഡയലോഗും കാര്യങ്ങളും മറ്റ് പെർഫോമൻസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു നോൺ ഡ്രാമാറ്റിക് ഫോമിനെ നമ്മൾ ഡ്രാമറ്റൈസ് ചെയ്യുന്ന രീതിയിൽ കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.